ഈ പ്രണയത്തിൻ്റെ പിന്നിൽ ആളുകൾക്ക് അറിയാത്തതും എന്നാൽ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു ശാസ്ത്രീയ വശമുണ്ട്. പ്രണയത്തിൻ്റെ സമയത്തും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലും പങ്കാളികളുടെ ഉള്ളിൽ ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് ധാരാളമായി ഉണ്ടാകും. ഇത് നല്ല ഉന്മേഷം തരും. അപ്പോൾ അടുത്തിരിക്കാനും കാണാനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ഒക്കെ അമിതമായ താല്പര്യം ആ സമയത്തുണ്ടാവും. ഈ ഡോപ്പമൈൻ്റെ അളവ് കൂടിയത് കാരണം പങ്കാളിയുടെ കുറ്റങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിക്കാനും പങ്കാളിയെ കണ്ണടച്ച് വിശ്വസിക്കാനും ഒക്കെ തോന്നലുണ്ടാവും. അത് കഴിഞ്ഞ് ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റികൾ വന്നു കഴിയുമ്പോൾ ഈ ഡോപ്പമൈൻ്റെയൊക്കെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ആദ്യത്തെ ഉള്ള അനുഭൂതി കുറയുകയാണ്. ഈ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ആദ്യമുള്ള അനുഭൂതികൾ കുറയും. ആദ്യം നല്ലതെന്ന് തോന്നിയ പല കാര്യങ്ങളും പിന്നെ ശല്യമായിട്ട് തോന്നും. അപ്പോൾ ഈ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളുടെ ബന്ധങ്ങളെ തളർത്താതെ നോക്കണം. കാലങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ ഒന്നിച്ചിരിക്കാനും ആശയവിനിമയം ചെയ്യാനും ബന്ധത്തിലേർപ്പെടാനും എല്ലാം സമയം കണ്ടെത്തണം. ജീവിതം മനോഹരമാക്കണം.